കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പൗരുഷൻ ആമേൻ ഈ മാസം മുഴുവൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി, പ്രാർത്ഥനയുടെ പ്രാധാന്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ മാസമായിട്ട് ഈ മാസത്തെ മാറ്റിയിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി മറുപടി നൽകി ദൈവം നിങ്ങളെ മാനിക്കുന്ന ദിവസങ്ങളാണ് എന്ന വിശ്വാസത്തോടുകൂടി കാലപ്പഴക്കം ചെന്നുപോയ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉത്തരവ് നൽകി ദൈവം നിങ്ങളെ മാനിക്കുന്ന ദിവസങ്ങളാണെന്ന് വിശ്വാസത്തോട് ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മൊർദെഖായി മാത്രം കയ്യേറ്റം ചെയ്യുന്നത് തനിക്ക് പുച്ഛമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിൻ്റെ രാജ്യത്ത് എല്ലായിടവുമുള്ള മൊർദെഖായിയുടെ ജാതിക്കാരെ യഹൂദന്മാരെയൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിൻ്റെ പുസ്തകം കൊണ്ടൊന്ന് എടുക്കാം. ദാനിയേലിൻ്റെ പുസ്തകം ആമേൻ 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു, ചന്ദ്രക്ക് മേശക് അബേദ്നെഗോവിൻ്റെ നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ചന്ദ്രക്ക് മേശക് അബേദ്നെഗോവിനെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. ഇവിടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് ചില നിമിഷങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അമേരിക്കയിൽ പ്രശസ്തനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ആമേൻ ആ രോഗി പൂർണ്ണമായി സൗഖ്യമാകുമെന്നുള്ളതാണ് ആ ഡോക്ടറുടെ പ്രത്യേകത. ഒരിക്കൽ ഒരു വാത്സല്യ മാതാവ് ആമേൻ ഈ ഡോക്ടറെ കാണുവാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചു. തന്നെ ആ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആശ്രയിക്കുവാൻ മറ്റാരുമില്ലാതെ വൃദ്ധയായിരിക്കുന്ന ഈ മാതാവ് വളരെ ആഗ്രഹിച്ചെങ്കിലും തനിക്ക് ആ ഡോക്ടറെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടി തൻ്റെ ശരീരം മുന്നോട്ട് പോകുവാനിടയായി. പക്ഷെങ്കിൽ ആ വാത്സല്യ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണണം, ആ ഡോക്ടറുടെ അടുത്തൊന്ന് എത്തിച്ചേരണം. വളരെ ആഗ്രഹത്തോടെ ഈ വാത്സല്യ മാതാവ് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ ആഗ്രഹിച്ച നിമിഷങ്ങളിലൊന്നും അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ഡോക്ടർക്ക് അമേരിക്കൻ ഗവൺമെൻറ് ഒരു പ്രസക്തി അല്ലെങ്കിൽ നൽകുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു ദിവസം ഈ ഹല്ലേലൂയ സ്തോത്രം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ താങ്കൾക്ക് ഞങ്ങളൊരു പ്രസക്തി നൽകുവാൻ ഹല്ലേലൂയ അങ്ങേ ഞങ്ങൾ ആദരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചൊരു ഡേറ്റൊക്കെ തീരുമാനിച്ച് പ്രത്യേകമായൊരു മീറ്റിംഗ് ഈ ഡോക്ടർക്ക് വേണ്ടി ക്രമീകരിക്കുവാനിടയായി. സ്തോത്രം. അദ്ദേഹം ആവത്തോട് പറഞ്ഞ സമയത്ത് എത്തിച്ചേരേണ്ട ഇടത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അദ്ദേഹം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. പക്ഷെങ്കിൽ സ്തോത്രം നീണ്ട മണിക്കൂറുകൾ വിമാനത്തിൽ അദ്ദേഹം അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ചില ദിവസങ്ങൾ അടുത്തു. കഴിഞ്ഞപ്പോൾ ചെല്ലേണ്ട ദിവസങ്ങൾ അടുത്തു. അദ്ദേഹം രാവിലെ വളരെ പ്രതീക്ഷയോട് എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി താൻ അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അവിടേക്ക് തനിക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന് വിമാനങ്ങൾ പറക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം വളരെ നിരാശനായി. അദ്ദേഹം തൻ്റെ സംഘാടകരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല. ഇത് പറയുമ്പോൾ സ്തോത്രം ഈ സംഘാടകർ പറഞ്ഞു, ഇല്ല ഡോക്ടർക്ക് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗ് ആണ്, അതുകൊണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേരണം. താൻ തീരുമാനിച്ചു തൻ്റെ വാഹനം തന്നെ ഡ്രൈവ് ചെയ്ത് സ്തോത്രം അവിടെ എത്തിച്ചേരാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടി താൻ ഇങ്ങനെ മുന്നോട്ട് തൻ്റെ വാഹനം ഓടിച്ചു പോകുമ്പോൾ കുറേ ദൂരം കഴിഞ്ഞ്
കഴിഞ്ഞപ്പോൾ തനിക്ക് വാഹനം ഓടിക്കുവാൻ കഴിയാത്ത നിലയിൽ കാലാവസ്ഥകൾ മാറുവാനിടയായി. വളരെ ക്ഷീണിതനായി ഒരു റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തുമ്പോൾ ഒരു സന്ധ്യാസമയം അടുത്തു വരികയാണ്. റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി വളരെ ക്ഷീണിതനായി താനായിരിക്കുമ്പോൾ അടുത്തടുത്ത് യാതൊരു പ്രതീക്ഷയോ മറ്റ് ഷോപ്പുകളോ ഒന്നുമില്ലാതെ താനിങ്ങനെ ക്ഷീണിതനായി തൻ്റെ വാഹനത്തിൽ വിശ്രമിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ സന്ധ്യ മയങ്ങിയപ്പോൾ ഒരു ദൂരെ ഒരു വെട്ടം കാണുവാനിടയായി. ആ വെട്ടമുള്ള സ്ഥാനത്തേക്ക് തൻ്റെ കാർ ഓടിച്ച് ചെറുകെ ആ ഭവനത്തിലേക്ക് അദ്ദേഹം കയറി ചെല്ലുവാനിടയായി. കയറി ചെന്നപ്പോൾ ആ ഭവനത്തിൻ്റെ വാതിൽ തുറന്ന് ഒരു വൃദ്ധയായ മാതാവ് കടന്നു വന്ന്, വൃദ്ധയായ മാതാവ് ഈ ഭവനത്തിൻ്റെ വാതിൽ തുറന്ന് ഇദ്ദേഹം തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തന്നെ സ്വീകരിക്കുന്ന സ്വീകരണ മുറിയിൽ കൊണ്ട് നിർത്തി തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നാലാവോളം വാത്സല്യ മാതാവ് ചെയ്തിട്ട് താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയിലേക്ക് വാത്സല്യ മാതാവ് കയറുവാനിടയായി. ഇദ്ദേഹത്തിന് ഇതിന് വലിയ വിശ്വാസങ്ങളൊന്നുമില്ലെങ്കിലും ഇദ്ദേഹം സ്തോത്രം ഈ മാതാവ് പറഞ്ഞു, അല്പസമയം ഡോക്ടറുടെ വെയിറ്റ് ചെയ്യേ, സ്തോത്രം, ഞാൻ അല്പസമയം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ഈ ഡോക്ടർ ഈ വാത്സല്യ മാതാവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുവാനിടയായി. ഈ പ്രാർത്ഥനയിൽ വാത്സല്യ മാതാവ് പ്രാർത്ഥിച്ചിട്ട് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ വാത്സല്യ മാതാവിനോട് ഈ ഡോക്ടർ ചോദിച്ച ചോദ്യം, നിങ്ങൾ ആരോടാണ് സംസാരിച്ചത്, നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിച്ചത്, നിങ്ങൾ എന്താണ് പ്രാർത്ഥിച്ചത്? അന്നേരം ഈ വാത്സല്യ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, ഡോക്ടറെ, ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ്. അമേരിക്കയിൽ പ്രശസ്തനായ ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രശസ്തനായ ഡോക്ടറുണ്ട്. അദ്ദേഹത്തെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുവാൻ എനിക്കൊരു നിവൃത്തിയില്ല, എന്നെ കൊണ്ടുപോകുവാൻ ആരുമില്ല. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, അതെൻ്റെ പ്രാർത്ഥനാ വിഷയമാണ്. നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഡോക്ടർ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് ഡോക്ടർ ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാത്സല്യ മാതാവ് എഴുന്നേറ്റ് നിന്ന് ആ ഡോക്ടറെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കാം, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ മാർച്ച് മാസം നിന്റെ ഭവനത്തിൽ എത്തിക്കാൻ കഴിവുള്ള ദൈവത്തെ ഞാനും നിങ്ങൾ സേവിക്കുന്നെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ച് നന്ദിയോടെ പറ, ഈ മാസം ദൈവം നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിപ്പിക്കുന്ന ദിവസമാണ്. വായിച്ച തിരുവെഴുത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇവിടെ ഹാമാന്റെ കോപം മൊർദെഖായിക്ക് നേരെ ഉയരുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ വർഗത്തെ നശിപ്പിച്ചു കളയുവാൻ, പ്രാർത്ഥിക്കുന്നവനെ നശിപ്പിച്ചു കളയുവാൻ ചിലരുടെ കോപം ചിലർക്ക് നേരെ ഉയർന്നെന്ന് വരാം. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ പ്രാർത്ഥന കുറയ്ക്കരുത്. കോപം പലർക്കും ഉണ്ടായെന്ന് വരാം, ആർക്ക് വേണമെങ്കിലും കോപിക്കാം, പക്ഷെങ്കിൽ നിന്റെ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന നിർത്താതിരുന്നാൽ ഇന്ന് പകലിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. പ്രാർത്ഥിച്ചാൽ സംഭവിച്ചത് നമുക്കറിയാം. പുസ്തകത്തിൽ പ്രാർത്ഥിച്ചവൻ്റെ കൈകളിൽ മുദ്രാമോതിരം ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കോപിച്ചവൻ കഴുകുമരത്തിൽ കിടന്നാടി. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് പറയുക, പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയുടെ മറുപടി രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രാജാവിൻ്റെ മുദ്രാമോതിരം പ്രാർത്ഥിച്ച മൊർദെഖായിക്ക് അവൻ്റെ കരങ്ങളിൽ ദൈവം ഇടിവിച്ചുവെങ്കിൽ അവൻ്റെ നേരെ കോപിച്ചവനെ കഴുകുമരത്തിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ ആ ദൈവം ചെറിയ ദൈവമല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി ആരൊക്കെ കോപിച്ചാലും ആരൊക്കെ എതിര് നിന്നാലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഈ വിശ്വാസത്തോടെ പറ, എനിക്കെതിരെ ആര് കോപിച്ചാലും, എനിക്കെതിരെ ഏത് നിയമങ്ങൾ വിരോധമായി കൊണ്ടുവന്നാലും ഞാൻ ഇന്ന് പകലിൽ എന്നെ പ്രാർത്ഥന കുറയ്ക്കത്തില്ല, ഞാൻ പ്രാർത്ഥനയുടെ അളവ് കൂട്ടും. ആരൊക്കെ നിനക്ക് വിരോധമായി എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥന തക്ക സമയത്ത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയാം. ഇത് കേട്ടോ, 4-ാം അധ്യായത്തിൽ പറയും, സംഭവിച്ചതറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണീറിൽ അത്യുച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു, അത്യുച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന, ഹൃദയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചില വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ദൈവം ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. കർത്താവിന്റെ ദാസൻ ജോമറ്റ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് പകല് ദൈവത്തിൻ്റെ ചില പ്രവൃത്തിയുടെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസം. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം
ചെയ്യുന്നു. ആമേൻ. നാളുകളായി ആമേൻ അല്ലെങ്കിൽ ചിലരുടെ കോപം നിനക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ ഭവനത്തിനെതിരെ, നീ ചെയ്യുന്ന ജോലിക്കെതിരെ, നീ ചെയ്യുന്ന ബിസിനസ്സിനെതിരെ ആമേൻ കോപിച്ച് നിൽക്കുന്ന ചില കോപത്തിൻ്റെ ശക്തികൾ ഇന്ന് പകൽ വഴിമാറിക്കൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ അനുകൂല കരം ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുത്തുന്ന പകലാണെന്ന് ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അല്ലെങ്കിൽ കോപിച്ചവൻ ആമേൻ അല്ലെങ്കിൽ മൊർദെഖായിക്കെതിരെ കോപിച്ചുകൊണ്ട് ആമേൻ അവനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഇവിടെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ ആമേൻ സ്തോത്രം 13-ാമത്തെ വാക്യം ആമേൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക പദം പറയുന്നുണ്ട്. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ സേരസിനോട് പറയുമ്പോൾ, തൻ്റെ സ്നേഹിതന്മാരോട് വിവരിക്കുമ്പോൾ ആമേൻ സേരസ് പറയും, അവൻ്റെ ഭാര്യ സേരസ് പറയുന്നൊരു കാര്യമുണ്ട്. മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. ആമാനെ, നിനക്കെത്ര പവർ ഉണ്ടെങ്കിലും, നിനക്കെത്ര ശക്തി ഉണ്ടെങ്കിലും, നിനക്കെത്ര അധികാരമുണ്ടെങ്കിലും, നിനക്കെത്ര സ്വാധീനമുണ്ടെങ്കിലും, നിനക്കെത്ര ആമേൻ അല്ലേലിയ പണസ്വാധീനമുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ചിലത് വീഴുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാമാന്റെ പൊസിഷനും ഹാമാന്റെ പവറും രാജസ്വാധീനവും ആമേൻ പ്രാർത്ഥിക്കുന്നവനെ തകർക്കാമെന്ന് ആഗ്രഹിച്ചാൽ ആമേൻ അത് നിഷ്ഫലമാണ്. ആമേൻ. ഭാര്യ പറയുകയാണ്, ആമാനെ നീ മൊർദെഖായിയുടെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. കാര്യം എന്നാ? ഒറ്റ വാക്കി പറയാം, അവൻ പ്രാർത്ഥിക്കുന്നവനാ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു തന്ത്രങ്ങൾക്കും നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു പണസ്വാധീനങ്ങൾക്കും ഒരധികാര സ്വാധീനങ്ങൾക്കും നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. നീ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണോ? നീ ഒരു പ്രാർത്ഥിക്കുന്ന മാതാവാണോ? നീ ഒരു പ്രാർത്ഥിക്കുന്ന സഹോദരിയാണോ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കുവാൻ കഴിയത്തില്ല. നിന്നെ പരാജയപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. പ്രിയരെ ആമേൻ സ്തോത്രം. ആമേൻ. ഭാര്യ സേരസ് പറയുന്നു, നീ അവൻ്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. ആരുടെ മുമ്പിൽ? പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ആമേൻ നീ വീഴുവാൻ തുടങ്ങി. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക. ആമേൻ. നമുക്ക് ചരിത്രം അറിയാമല്ലോ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ പറയാം. പ്രാർത്ഥിച്ചവൻ്റെ കയ്യിൽ രാജാവിൻ്റെ മുദ്രാമോതിരം വന്നു വീണു. ആമേൻ. അല്ലെങ്കിൽ കോപം നിറഞ്ഞവൻ കഴുകുമരത്തിലേക്ക് മാറുവാനിടയായി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ആമേൻ, നിനക്കെതിരെ ആരൊക്കെ കോപിച്ചോട്ടെ, തന്ത്രങ്ങൾ മെനഞ്ഞോട്ടെ, ആമേൻ, പക്ഷെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. 2-ാമത്തെ ഭാഗം ഇങ്ങനെയാണ് നാം വായിച്ചത്. ചന്ദ്രക്ക് മേശകബേന്ദ്രകവും രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാഞ്ഞത് കൊണ്ട് രാജാവിൻ്റെ കോപം വർദ്ധിച്ചു. 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിച്ചു. 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിച്ച് ആമേൻ 7 മടങ്ങ് തീച്ചൂളക്കകത്തേക്ക് ഈ ബാലന്മാരെ വിടുമ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഈ ബാലന്മാർ പറയാണ്, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഈ കാര്യത്തിന് ഞങ്ങൾ ഉത്തരം പറയത്തില്ല. എല്ലാ കാര്യത്തിനൊന്നും ഉത്തരം പറയണ്ടേ? പ്രാർത്ഥിക്കുന്നവൻ എല്ലാ കാര്യത്തിനും ഉത്തരം പറയത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് എല്ലാത്തിനും മറുപടി പറയത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് എല്ലാത്തിനും കയറി ഇടപെടത്തില്ല. ആമേൻ. അവൻ പറയാനുള്ളത്, എൻ്റെ ദൈവം എൻ്റെ കാര്യം നടത്തിക്കോളും, എൻ്റെ ദൈവം എൻ്റെ കാര്യം ഏറ്റെടുത്തോളും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വാത്സല്യ യുവാക്കന്മാർ പറയുന്ന കേട്ടോ, ഈ ബാലന്മാർ പറയുന്ന കേട്ടോ, ദൈവം ഞങ്ങളെ വിടുവിക്കൂന്നേ. വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവേ, പ്രമാണം വിട്ടൊന്ന് ചെയ്യാൻ. ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രമാണം. അത് വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ളവനാണ്. എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് നീ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ ഉണ്ടാക്കിയാലും, ഏതൊക്കെ പദ്ധതികൾ ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കിയാലും, എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാണ്. നമുക്കറിയാമല്ലോ. ആമേൻ. തീച്ചൂളയുടെ ചൂട് വർദ്ധിപ്പിച്ചു.
ബാലന്മാരെ കൊണ്ടുപോയവർ തീക്കിരയായി. പക്ഷെങ്കിൽ ആമേൻ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അവർക്കൊരു കേടും വരാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ ദൈവം വരുന്ന ദൈവമാണ്. ഈ മാർച്ച് മാസം 5-ാം തീയതി ആമേൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്ന പകലാണ്. വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ കരമുയർത്തി ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് വേണ്ടി ആമേൻ ആരൊക്കെ എത്ര പദ്ധതികൾ ഒരുക്കിയാലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുത്തും. കർത്താവ് ഈ വചന ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.